പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 7b മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ. നിങ്ങൾ വീണ്ടും ജനിക്കണമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ വിസ്മയിക്കേണ്ട. കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എന്നാൽ അതെവിടെ നിന്നും വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നീ അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ നിന്നും ജനിക്കുന്ന ഏവനും. ഇതെല്ലാം എങ്ങനെ സംഭവിക്കുമെന്ന് നിക്കോദേമോസ് ചോദിച്ചു. യേശു പറഞ്ഞു, നീ ഇസ്രായേലിന്റെ ഗുരുവല്ലേ, എന്നിട്ടും ഇക്കാര്യങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ലേ? സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞങ്ങൾ അറിയുന്നവയെ പറ്റി സംസാരിക്കുന്നു, കണ്ടവയെ പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു, എന്നിട്ടും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ സ്വീകരിക്കുന്നില്ല. ഭൗമിക കാര്യങ്ങളെ പറ്റി ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗീയ കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. ഈ വചനഭാഗത്തിലൂടെ യേശു നമ്മളോടും ആവശ്യപ്പെടുന്നത് യേശുവിൻ്റെ പീഡാസഹനവും മരണവും ഉത്ഥാനവും ഒക്കെ നമ്മൾ വിശ്വസിക്കുന്നതിന് വേണ്ടിയും, അങ്ങനെ യേശു നമ്മൾക്ക് വേണ്ടി ജീവിച്ചു, മരിച്ചു, ഉത്ഥാനം ചെയ്തു, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാം. ആത്മാവിൽ നമ്മൾക്ക് ജീവിക്കാം, പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്തിൽ ജീവിക്കാം. പരിശുദ്ധാത്മാവിന് വേണ്ടി നമുക്ക് ദാഹിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെയാകുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ ജീവിക്കും. പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് നമ്മളോട് പറയും. അങ്ങനെ നമ്മൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപകളും വരങ്ങളും ഒക്കെ ലഭിക്കും. അങ്ങനെ അതിനനുസരിച്ച് ജീവിക്കുവാനായിട്ട് സാധിക്കും. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.